പത്തനംതിട്ട പന്തളം കടക്കാട് പോളിംഗ് ബൂത്തിൽ 65 വയസ്സുള്ള വയോധികയായിട്ടുള്ള റൂബി എന്ന അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ പേരിലുള്ള വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് റൂബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇനി വോട്ട് ചെയ്യണ്ട, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തില്ല. ഇവിടെ വന്ന് ചെയ്യാൻ വന്നപ്പോൾ അവര് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് ചെയ്തേച്ച് നിങ്ങൾ പോയിച്ചെന്തോ നിങ്ങൾ വന്നതെന്ന്. ഉമ്മ എത്ര കയ്യ മഷിയില്ല, നോക്ക്, വോട്ട് ചെയ്തിട്ടുണ്ട്, മഷിയില്ല. വോട്ട് ചെയ്താൽ മഷി കാണത്തില്ലേ? എത്ര മണിയായപ്പോഴും അവിടെ വന്നേ? ഞാൻ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്. ഉച്ചയ്ക്ക് 2 മണിക്ക്. അന്നേരം പോളിംഗ് ഓഫീസർമാർ എന്താ പറഞ്ഞത്? അതാ പറഞ്ഞത് ഞാൻ ചെയ്തതാ നോട്ട്. ഇത്രയും നേരം കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇവിടെ ലാസ്റ്റ് നോക്കിയിട്ട് പറയാം ഇരിക്കാൻ പറഞ്ഞ്, അങ്ങനെ ഇത്രയും നേരം ഇരുന്നത്. വോട്ട് ചെയ്യാതെ പോവാണോ ഇപ്പൊ ചെയ്യാനെന്ന്? ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞോ? ഉദ്യോഗസ്ഥർ ചെയ്യാമെന്ന് പറഞ്ഞോ? വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞോ? ഇപ്പൊ ചെയ്യേണ്ട എവിടുത്തെ അധികാര അവകാശമാ? ഇപ്പൊ ചെയ്യേണ്ട എന്തോ അധികാര അവകാശമാ? പേര് ലിസ്റ്റ് ആരാണ്ട് വന്നു, പേരെഴുതി അവര് തന്നെ ആയിരിക്കും ചെയ്തത്. ആദ്യം വന്നു, ആരും ഇവിടെ വന്നിട്ടില്ല. എന്റെ ആദ്യം വന്ന് പറഞ്ഞു വിട്ടു. ആദ്യം റൂബി ജബ്ബാർ എന്നാ ഭർത്താവിന്റെ പേര്. ഞാൻ 2 മണിക്ക്. എന്നോട് പറഞ്ഞത് നിങ്ങൾ വോട്ട് ചെയ്തയച്ച് പോയവരാ, പിന്നെ എന്തിനാ വോട്ട് ചെയ്യാൻ വന്നതെന്ന്. നിങ്ങൾ വോട്ട് ചെയ്തിട്ട് പോയവരല്ലേ, റൂബി വോട്ട് ചെയ്ത് വേണ്ടെന്നും പറഞ്ഞൊരു പേപ്പർ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്റെ പേരാ റൂബിന്ന്, പക്ഷെ ഈ നാട്ടിൽ ആർക്കും എൻ്റെ പേരില്ല, എനിക്കേ ഉള്ളു ഇവിടെ. പിന്നെ ഒപ്പ് ഇങ്ങനല്ല ഞാൻ ഇടുന്നത്, ഇതെൻ്റെ ഒപ്പുമല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലെന്ന് അവർ മാറിയിരിക്കല്ലേ പോകാൻ പറഞ്ഞു. പെണ്ണുങ്ങളാ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാതെ അവിടെ ക്യൂവിനകത്ത് നിന്ന് വീണ്ടും കയറി വന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു. ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞെന്നേ, ഞങ്ങളെ വോട്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു സംഭവം അറിയുന്ന അവസാന വിഷയമാണ്. വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോലും കഴിക്കാതെ ഈ 2.5 തൊട്ട് ഇരുന്നിട്ട് പോലും ഇതായി. അവര് സാധ്യത ഉണ്ടായിട്ട് പോലും അവർ ചെയ്യിപ്പിച്ചില്ല, ചെയ്യുന്നില്ല. അവരുടെ മൗലികാവകാശം ഇല്ലെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ കാണിച്ചു മനസ്സില്ല ചെയ്യാൻ. റൂബി അമ്മ ഏതായാലും വോട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ തീരുമാനം, വോട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. വലിയ ഒരു എതിർപ്പാണ് ഇക്കാര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരോട് ഈ റൂബി എന്ന ഉമ്മ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ വന്നു. ആ സമയത്ത് അവരുടെ വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പക്ഷേ കൈവിരൽ കാണിച്ചിട്ട് താൻ വോട്ട് ചെയ്തിട്ടില്ല, മഷി പുരട്ടിയിട്ടില്ല എന്നവർ കൃത്യമായും റൂബി പറഞ്ഞു. പക്ഷേ ഈ സമയം വരെ, ഇപ്പോൾ സമയം 7:35 കഴിഞ്ഞിരിക്കുന്നു, ഈ സമയം വരെ പോളിംഗ് ബൂത്തിൽ അവർക്ക് ഇരിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം ഏതായാലും വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച് തന്നെ റൂബി അമ്മ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് പോളിംഗ് ബൂത്ത് വിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.